അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ജുസുകളുടെ പ്രധാനപ്പെട്ട തീമുകളിലൊന്ന് പ്രാർത്ഥനയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ ഫാത്തിഹയിൽ ആ ഹിദായത്തിനെ ചോദിച്ചുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അതിനുശേഷം ഒന്നാമത്തെ ജുസയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. ശേഷം രണ്ടാമത്തെ ജുസയിലേക്ക് വരുന്ന സമയത്ത് റമദാനുമായി ബന്ധപ്പെടുത്തി ആ പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്ത് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ശേഷം ഒരല്പം കൂടെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ജുസയിൽ തന്നെ സുദീർഘമായിട്ട് ഹജ്ജിനെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. 196 മുതലുള്ള ആയത്തുകളിൽ അവിടെ ഹജ്ജുമായി ബന്ധപ്പെടുത്തിയും 200ഉം 201 ആയത്തുകളിൽ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥന കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹു ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിനേക്കാൾ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം എന്തായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥനയുടെ ആ ഫോക്കസ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 200ാമത്തെ ആയത്തിൽ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആളുകൾ എനിക്ക് ഇഹലോകത്ത് നൽകണം, അതായത് വെറും ഇഹലോകം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരി ഉണ്ടായിരിക്കില്ല. അതേസമയം നിങ്ങൾ ചോദിക്കേണ്ടത് കൃത്യമായിട്ടുള്ള അതിൻ്റെ രൂപം വമിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രസിദ്ധമായിട്ടുള്ള ആ പ്രാർത്ഥന ദുനിയാവിലും ആഖിറത്തിലും ഒരേ രൂപത്തിൽ നീ ഹസനത്ത് നല്ലത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ. അപ്പോൾ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് ആ ചോദിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അക്കാലത്തുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോക നിഷേധികളായിരുന്നു. ഒരു നിലക്കുള്ള ആഖിറത്തിലുള്ള വിശ്വാസം ഇല്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് അവിശ്വാസികളിൽ തന്നെ പല രൂപത്തിലുള്ള ആ പുനർജീവിതമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ആഖിറത്തിനെ നിഷേധിച്ച ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ. സൂറത്ത് യാസീൻ്റെ 78ാമത്തെ ആയത്തിൽ ഖാലമൻ യുഹീൽ ഇളാമ വഹിയ റമീം, അവരുടെ പരിഹാസ ചോദ്യങ്ങളെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും കോട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കാര്യങ്ങൾ ആ രൂപത്തിലൊക്കെ ആണെങ്കിലും മക്കാ മുശ്രിക്കുകൾ ആ ജാഹിലിയ കാലത്ത് അവർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ടായിരുന്നു. ഹജ്ജിന് അവരുടേതായിട്ടുള്ള ചില രൂപങ്ങൾ, നഗ്നരായിട്ട് വരെ അവർ ത്വവാഫ് ചെയ്യും. അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള തൽബിയത്തുകൾ, അതേപോലെ തന്നെ ആ കഅബാലയത്തിനകത്ത് മുഴുവൻ അവരുടെ വിഗ്രഹങ്ങളായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മിഷൻ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ സൂചിപ്പിച്ചു. റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ മിഷൻ ആ കഅബാലയത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ പാതയിലേക്ക് അത് പുനഃസ്ഥാപിക്കുക, അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ മിഷൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് വരാണ്. അപ്പോൾ അവർ ആ ജാഹിലിയ കാലത്ത് അവർ ഹജ്ജ് ചെയ്യുന്ന സമയത്തുടനീളം അവരും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ സമ്പൂർണ്ണമായിട്ടുള്ള ആഖിറ നിഷേധികളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഖിറത്ത് ചിത്രത്തിലില്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവർ ആ ഹജ്ജിലുടനീളം അവർ പ്രാർത്ഥിക്കുക ദുനിയാവിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് അവരാരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം അത് തൗഹീദിന് ഏകദൈവ വിശ്വാസത്തിനെതിരാണെന്ന് ഏതൊരാൾക്കും അറിയാം. അത് നേരത്തെ തന്നെ അള്ളാഹു ഇദാ സഅലക ഇബാദി, അതേപോലെ തന്നെ ആ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ആ ഒരു കൽപ്പനയിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ ആരോട് ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ചോദിക്കേണ്ടത്, അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുക ദുനിയാവിന് വേണ്ടി മാത്രമായിരിക്കും. അതേസമയം വിശ്വാസികൾക്കൊരു ഗെയിം ചേഞ്ചറായിട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം ഇപ്പോൾ ചിന്തിച്ചൊക്കെ എത്രയോ പ്രാർത്ഥനകൾ നമുക്ക് സുന്നത്തിൽ സ്ഥിരപ്പെട്ട അല്ലെങ്കിൽ ഖുർആനിൽ കടന്നു വന്ന നിരവധി പ്രാർത്ഥനകളുണ്ട്. പക്ഷേ നമ്മൾ ത്വവാഫ് നിർവഹിക്കുന്ന സമയത്ത് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട ഏക പ്രാർത്ഥന ഇത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ആ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പം എന്തായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്ന് മനോഹരമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഹജ്ജ് ഉംറയുടെ പരിമിതമായിട്ടുള്ള സമയത്ത് മാത്രമല്ല, മറിച്ച് മുസ്ലിമിന് ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കേണ്ട ഫോക്കസിനെ സംബന്ധിച്ചാണ് അള്ളാഹു നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ നൽകുകയാണ്. അടുത്ത കാലത്തൊരു പണ്ഡിതൻ അദ്ദേഹം ഉംറ യാത്രക്കാർക്ക് നൽകിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഉപദേശം ഓർക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇഹ്റാമിലേക്ക്, അതായത് ഹജ്ജിലേക്കും ഉംറയിലേക്കെല്ലാം പ്രവേശിക്കുന്നതോടുകൂടെ ആ സമയത്തുടനീളം സദാസമയത്തും നിങ്ങളിൽ യാതൊരു വീഴ്ചയും നിങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ കാഴ്ചയിലോ ഒന്നും യാതൊരു വീഴ്ചയും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾ സദാ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കും. ഏതൊരാളും ആ ഒരു സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഒരു ഹൈപ്പർ മുത്തഖീൻ മോഡിലേക്ക് പോവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇഹ്റാം എന്നുള്ളത് ആ ഒരു വസ്ത്രത്തെക്കാൾ ഉപരി ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പുറമെ ഹലാലായിട്ടുള്ള പലതും ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതോടുകൂടെ ഹറാമായിട്ട് തീരാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ റമളാനും അതേ രൂപത്തിൽ ഇഹ്റാമിൻ്റെ മറ്റൊരവസ്ഥയാണ്. അതായത് പുറമെ ഹലാലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം
ആ റമദാൻ ആ നോമ്പുകാരനാകുന്നതോടുകൂടെ അത് അയാൾക്ക് ഹറാമായിട്ട് തീരാണ്. അവിടെ വസ്ത്രം ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ്. റമദാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു യൂണിഫോം ഒന്നുമില്ല. ചിന്തിച്ചു നോക്കാം, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ആ റമദാനിലുടനീളം നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രം വലിബാസു തഖ്വ ദാലിക ഖൈർ, സൂറത്തുൽ ബഖറയുടെ 187 വചനം. ആ ഒരു സമയത്തുടനീളം, ആ ഒരു മാസക്കാലത്തുടനീളം അപ്പം നമ്മുടെ ശരീരത്തിലൊരു ക്യാമറ ഫിറ്റ് ചെയ്ത രൂപത്തിലെന്നോണം അള്ളാഹുവിൻ്റെ സദാ നമ്മളിൽ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെയാണ് ഒരു സ്വാഇം നോമ്പുകാരന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആ റമദാന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു ട്രെയിനിങ് ആണ്, ആ തഖ്വയുടെ ട്രെയിനിങ് ആണ് അവിടെ അയാൾ നേടിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയാറുണ്ട്, നമ്മുടെ മൊത്തം ജീവിതം ആ റമദാന് പോലെയാണെങ്കിൽ, അതായത് നോമ്പ് നോക്കണമെന്നല്ല, റമദാനിലുള്ള വിശുദ്ധി ഒരാൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ അയാളുടെ മരണവും അതിനുശേഷവും പെരുന്നാൾ പോലെ ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഏതൊരാൾ നിർവഹിക്കുന്ന ഹജ്ജും ഉംറയല്ല, നമ്മുടെ മൊത്തം ജീവിതത്തിൽ ചെറിയൊരു പോയിന്റ് മാത്രമാണ്. അതായത് ഇപ്പോൾ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഒരു ഉംറക്ക് അല്ലെങ്കിൽ ഒരു ഹജ്ജിനെല്ലാം അയാൾ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? യഥാർത്ഥത്തിൽ ആ ഒരു പോയിന്റിലേക്ക് മാത്രമല്ല, മറിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇന്ധനം അവിടെ നിന്ന് നമ്മൾ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വാഹനം കയറ്റുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുന്നോട്ടുള്ള സുദീർഘമായിട്ടുള്ള യാത്രക്കുള്ള ഇന്ധനം അവിടെ നിന്ന് ശേഖരിക്കുന്നത് പോലെയാണ്. അതായത് ആ ഒരു സമയത്തുടനീളം നിങ്ങൾ നിലനിർത്തുന്ന ആ സൂക്ഷ്മത, അത് കേവലം ആ ഒരു ചെറിയ പോയിന്റിലേക്ക് മാത്രമല്ല, പിന്നീട് ജീവിതത്തിലുടനീളം അത് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയികളാകുമെന്ന് അദ്ദേഹം ഉപദേശം നൽകുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കേവലം ആ ഒരു പോയിന്റിലുള്ള പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് ജീവിതത്തിലുടനീളം ഏത് രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസി എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനോഹരമായിട്ട് അള്ളാഹു അവിടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചോദിക്കുന്നത്, എനിക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നീ ഹസനത്തായിട്ടുള്ളത് നല്ലതിന് നീ എനിക്ക് നൽകണേ എന്നുള്ളതാണ്. അപ്പോൾ ആഖിറത്തിലുള്ള ഹസനത്ത് നമുക്കറിയാം, നരകത്തിൽ നിന്നുള്ള രക്ഷയും അതേപോലെ തന്നെ സ്വർഗവുമാണ്. അതേസമയം ദുനിയാവിൽ നല്ലത് നൽകണേ എന്നുള്ളതിൻ്റെ വിവക്ഷ ചില പണ്ഡിതന്മാർ, ഇമാം ഹസനുൽ ബസരി റഹിമുള്ള അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ദുനിയാവിലുള്ള നല്ലത് ഒന്നാമതായിട്ട് ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളാണ്. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാണ്. അതേപോലെ തന്നെ റിസ്ഖൻ ത്വയ്യിബ, ശുദ്ധമായിട്ടുള്ള ഹലാലായിട്ടുള്ള വിശാലമായിട്ടുള്ള ആ റിസ്ഖ്, ഉപജീവനം. മൂന്നാമതായിട്ട് അമലം മുതഖബ്ബല, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖ്. ഇതെല്ലാം ഇരു ലോകത്തും ഒരുപോലെ ഉപകരിക്കുന്നതാണ്. ഈ 3 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഹദീസ്, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ അങ്ങേയറ്റം അവശനായിട്ട്, അതായത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ ശക്തമായിട്ടുള്ള രോഗാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയത്തോടു കൂടെ ചോദിച്ചു, ഹൽ കുൻത ദഅവ്തല്ലാഹ ബിശൈഇൻ, നീ എന്തെങ്കിലും കാര്യം, അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നീ അള്ളാഹിനോട് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് നീ പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ മാ കുൻത മുആഖിബനി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽഹു ലി ഫിദ്ദുനിയ, ഓ അല്ലാഹ്, ആഖിറത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ അനുഭവിക്കാനുണ്ടെങ്കിൽ അതെനിക്ക് ദുനിയാവിൽ തന്നെ നൽകണേ, എനിക്ക് അവിടെ വേണ്ട, എനിക്കത് ഞാൻ ഇവിടെ തന്നെ അനുഭവിച്ചോളാം. ആ രൂപത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ തുതീഖുഹു, എന്ത് പണിയാണ് കാണിച്ചത്? ആ രൂപത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ഒരിക്കലും നിനക്കത് താങ്ങാൻ കഴിയുന്നതല്ല, മറിച്ച് നീ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ശേഷം റസൂലുള്ളാഹി ഈ ഒരു പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ആ ദുനിയാവിലും ആഖിറത്തിലും ഒരേ രൂപത്തിൽ നല്ലത് ലഭിക്കാൻ വേണ്ടി ഹുസ്നുൽ ദന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്.